ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒബ്സർവർ ഐ. ഈ ചാനൽ സംരക്ഷണം ചെയ്യുന്നത് ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സും കറണ്ട് അഫയേഴ്സും മിലിറ്ററി അഫയേഴ്സും ഒക്കെയാണ്. ചില പേഴ്സണൽ തിരക്കുകൾ കാരണം കുറച്ചു നാളുകളായി പ്രധാന രാഷ്ട്രീയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലേറ്റസ്റ്റ് കണ്ടൻറ്റുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. നിലവിൽ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിനെ പറ്റിയും മിലിറ്ററി ടെൻഷൻസിനെ പറ്റിയും പറയാം. ഇറാൻ പ്രസിഡന്റ് ആയതുള്ള സയ്യിദ് ഇബ്രാഹിം റയീസിയും ഫോറിൻ മിനിസ്റ്റർ അബു അൽ ലഹിയാനും ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ചില രാഷ്ട്രീയ അഴിച്ചുപണികൾ ഇറാൻ ഭരണകൂടത്തിൽ നിലവിൽ നടക്കാൻ പോവുകയാണ്. പ്രസിഡന്റായ റയീസിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭരണകൂടം കഴിഞ്ഞ 4 വർഷമായി അതിശക്തമായി തന്നെയാണ് ഇറാനെ നയിച്ചത്. പ്രോഗ്രസ് ഓഫ് ഇറാൻ ന്യൂക്ലിയർ ഡീൽ, ഇറാൻ സൗദി അറേബ്യ പീസ് ഡീൽ, ഇറാൻ OIC ടൈസ്, പ്രോഗ്രസ് ഓഫ് ഇറാൻ വെപ്പൺ ഇൻഡസ്ട്രി, ഇറാൻ ബ്രിക്സ് മെമ്പർഷിപ്പ്, ഇറാൻ ഇന്ത്യ ചാബഹാർ പ്രൊജക്ട്, റഷ്യ ഇറാൻ ഫ്രണ്ട്ഷിപ്പ്, ഇറാൻ ചൈന ഫ്രണ്ട്ഷിപ്പ്. എല്ലാത്തിലുമുപരി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന മിലിറ്ററി ഓപ്പറേഷനിലൂടെ പ്രധാന ശത്രുവായ ഇസ്രായേലിനെയും ഇറാൻ ഭരണകൂടം ഒതുക്കിയിരുന്നു. ഈയൊരു കാലയളവിൽ ഏതൊരു ജിയോ പൊളിറ്റിക്കൽ അഫയേഴ്സിലും ഇറാൻ എന്ന പേര് സജീവമായിരുന്നു. ഇതെല്ലാം തന്നെ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ നേതൃത്വം വഹിച്ച ഭരണകൂടത്തിൻ്റെ കഴിവിനാൽ നേടിയെടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശക്തമായ നേതൃത്വത്തിൻ്റെ വിടവാങ്ങൽ ഇറാനിയൻ പൊളിറ്റിക്സിൽ പല ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. പ്രധാനമായി മുൻകഴിഞ്ഞുപോയ പ്രസിഡന്റിൻ്റെയും ഫോറിൻ മിനിസ്റ്ററുടെയും സ്ഥാനങ്ങൾ ആര് ഏറ്റെടുക്കും? അവർക്ക് പകരക്കാരായി വരുന്നവർ അവർ നയിച്ചിരുന്ന പോലെ അതേ സംഹിതയിൽ രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുമോ എന്നെല്ലാമുള്ളത് ഒരു വലിയ ചോദ്യമായി ഇറാനിയൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു. ഏതായിരുന്നാലും പ്രസിഡന്റ് മരിച്ചതിനെ തുടർന്ന് 50 ദിവസത്തിനുള്ളിൽ ഇറാനിയൻ ഇലക്ഷനുകൾ നടക്കുമെന്നതാണ് അവിടുത്തെ ഭരണഘടനാ പ്രകാരമുള്ള നിയമം. ആ 50 ദിവസം വരേക്കും താൽക്കാലികമായി റയീസിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് മുഖ്ബർ സ്ഥാനമേറ്റു. ഫോറിൻ മിനിസ്റ്ററായി അലി ബഗീരിയും സ്ഥാനമേൽക്കും. ചൈനക്കുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ ഭീഷണി വളർന്നതോടുകൂടെ യൂറോപ്പും ആ പാത പിന്തുടരുകയാണ്. ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യ-ഉക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ച് റഷ്യയെ ആയുധപരമായും സാമ്പത്തികപരമായും ചൈന സഹായിക്കുന്നു എന്ന് അമേരിക്കയും യൂറോപ്പും നിരന്തരം പറയുന്നു. ചൈനയുടെ സഹായമില്ലാതെ റഷ്യക്ക് ആയുധപരമായും സാമ്പത്തികപരമായും ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന് യൂറോപ്യൻ സഖ്യം അവകാശപ്പെടുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡോർ ലൈൻ ചൈനയ്ക്ക് മേൽ ഉപരോധങ്ങൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാമർശം നടത്തിയിരുന്നു. പക്ഷേ ആഗോള സാമ്പത്തിക ശക്തിയും ഏകദേശം 90% ഇൻഡസ്ട്രിയൽ സെക്ടറുകളിൽ സ്വയം പര്യാപ്തത നേടിയ ചൈനയെ ഏത് രീതിയിലുള്ള ഉപരോധങ്ങളാണ് തളർത്തുക എന്ന ചോദ്യം ഇന്ന് ആഗോള രാഷ്ട്രീയ ലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. അതേസമയം തായ്വാനുമേലെ സമ്മർദ്ദം ശക്തമാക്കിയാണ് ചൈന നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം തായ്വാൻ്റെ എയർ സ്പേസും സീ സ്പേസും ലംഘിച്ചുകൊണ്ട് ചൈനീസ് PLA നേവിയുടെ മാസീവ് മിലിറ്ററി എക്സസൈസ് ചൈന നടത്തിയിരുന്നു. ആ മിലിറ്ററി എക്സസൈസിൽ കാലങ്ങളായി ചൈന അവരുടേതെന്ന് അവകാശപ്പെടുന്ന തായ്വാനെ എങ്ങനെ ആക്രമിച്ച് കീഴടക്കണമെന്ന് ഗ്രാഫിക്സ് ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ചൈനീസ് സ്റ്റേറ്റ് മീഡിയയിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ സഖ്യത്തിൻ്റെ ഭീഷണി ചൈന ഒരു രീതിയിലും വകവെക്കുന്നില്ല എന്നതാണ്. 2028 തായ്വാൻ തങ്ങളുടെ ഭാഗമാക്കി മാറ്റണം എന്നത് ചൈനയുടെ രഹസ്യ സ്ട്രാറ്റജിക് പോളിസിയുടെ ഭാഗമാണ്. പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന പദ്ധതിയുടെ ആവശ്യകതയ്ക്കായി ലോകമെമ്പാടും സമ്മർദ്ദം ഉയരുകയാണ്. അമേരിക്കൻ ക്യാമ്പസുകളിലും യൂറോപ്പിൻ്റെ വലിയ തെരുവുകളിലും ഈയിടെ ഉണ്ടായ പാലസ്തീൻ അനുകൂല റാലികൾ ഇതിന് തെളിവാണ്. ഇപ്പോൾ ഇതാ 3 യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളായ സ്പെയിൻ, നോർവേ, അയർലൻഡ് പാലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി ഒഫീഷ്യൽ റെക്കഗ്നേഷൻ ചെയ്തിരിക്കുന്നു. ഇത് ഇസ്രായേലിന് ആഗോളതലത്തിൽ കിട്ടാവുന്ന വലിയ ഒരു രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ്. കാരണം ഈ 3 യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പാത മറ്റു സഖ്യകക്ഷികളും പിന്തുടർന്നാൽ വഴുകാതെ പാലസ്തീൻ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടും. മാത്രവുമല്ല, ഇസ്രായേലിലെ നിലവിലെ ഭരണകൂടമായ നെതന്യാഹു ഗവൺമെൻറ്റിന് തങ്ങളുടെ സഖ്യകക്ഷികളായ അമേരിക്കൻ നേതൃത്വത്തിൽ നിന്ന് തന്നെ വളരെ വലിയ എതിർപ്പുകളുണ്ട്. അമേരിക്കയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് അമേരിക്കൻ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വില കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിലവിലെ ഇസ്രായേലി ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അതിനാൽ നിലവിലെ ഇസ്രായേലി ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വരേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. കാരണം അമേരിക്ക ഇസ്രായേലിൻ്റെ യുദ്ധകുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന കാരണത്താൽ ഭൂരിപക്ഷം വരുന്ന ഡെമോക്രാറ്റ് വോട്ടുകൾ ബൈഡൻ ഭരണകൂടത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിലവിലെ ഇസ്രായേലി ഗവൺമെൻറ് അടിയന്തരമായി യുദ്ധം നിർത്തണമെന്നും ഗവൺമെൻറ് പിരിച്ചുവിടണമെന്നും പുതിയ ഇലക്ഷനുകൾ നടത്തി ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റിനെ രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലികൾ തന്നെ അവരുടെ ഗവൺമെൻറ്റിന് എതിരെ
ലോകശക്തിയായ ഫ്രാൻസിൻ്റെ കോളനികൾ ആഫ്രിക്കയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റ് യൂറോപ്യൻ സഖ്യരാഷ്ട്രങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്? വർഷങ്ങളായി ആഫ്രിക്കയിലെ ചില പ്രധാന രാഷ്ട്രങ്ങളായ നൈജീർ, ബുർക്കിനോഫാസോ, മാലി എന്നിവിടങ്ങളിൽ പല രീതിയിലുള്ള അട്ടിമറികളിലൂടെ തങ്ങൾക്ക് അനുകൂലമായ പാവ ഗവൺമെൻറ്റുകളെ ഭരണത്തിൽ കൊണ്ടുവന്ന് രാഷ്ട്രത്തിൻ്റെ ധാതുസമ്പത്തുകളായ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അതുപോലെ മറ്റ് നാച്ചുറൽ റിസോഴ്സുകളായ യുറാനിയം, പ്ലൂട്ടോണിയം പോലുള്ള ധാതുസമ്പത്തുകൾ വലിയ രീതിയിൽ കൊള്ളയടിച്ച് ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി ഡൊമസ്റ്റിക്കായി തങ്ങളുടെ എക്കണോമിയുടെയും റിസർവുകളുടെയും വളർച്ചയ്ക്കായി ഉപയോഗിച്ചു വരികയായിരുന്നു ഫ്രാൻസ്. എന്നാൽ റഷ്യയുടെ ആഫ്രിക്കൻ ഫോറിൻ പോളിസിയുടെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാന 3 രാഷ്ട്രങ്ങളായ ബുർക്കിനോഫാസോ, മാലി, നൈജീർ എന്ന രാഷ്ട്രങ്ങളിൽ പട്ടാള അട്ടിമറികൾ നടക്കുകയും ഫ്രഞ്ച് പാവ ഗവൺമെൻറ് നേതാക്കളെ തടവിലാക്കുകയും ചെയ്തു. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും സഹികെട്ടിരുന്ന ആഫ്രിക്കൻ ജനതയുടെ എല്ലാ പിന്തുണയോടും കൂടിയാണ് പുതിയ പട്ടാള ജനറൽമാർ രാഷ്ട്രത്തലവന്മാരായി ഭരണമേറ്റെടുത്തത്. ഇതോടനുബന്ധിച്ച് വിദേശ യൂറോപ്യൻ സൈനിക കേന്ദ്രങ്ങൾ ആഫ്രിക്കൻ മണ്ണിൽ നിന്ന് ഒഴിപ്പിച്ചു വരികയാണിപ്പോൾ. പകരമായി രാജ്യത്തിൻ്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുവാനും പുതിയ ഗവൺമെൻറ്റുകളെയും ഭരണ സംവിധാനത്തെയും സംരക്ഷിക്കുവാനുമായി റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ റഷ്യയിലെ വാഗ്നർ ഗ്രൂപ്പ് എന്ന പ്രൈവറ്റ് മിലിറ്ററി സംഘടനയെ ആഫ്രിക്കയിലെ വിവിധ രാഷ്ട്രങ്ങളിൽ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുവാനുള്ള തീരുമാനവും വന്നു. ഇനി ഒരിക്കലും തങ്ങളുടെ രാഷ്ട്രങ്ങൾ ഒരു പാശ്ചാത്യ രാഷ്ട്രത്തിനും അടിമയായിരിക്കുകയില്ല എന്നും തങ്ങളുടെ ധാതുസമ്പത്തുകൾ അപഹരിക്കാൻ അനുവദിക്കുകയില്ല എന്നും ആഫ്രിക്കയിലെ പുതിയ സഖ്യരാഷ്ട്രങ്ങളുടെ തലവന്മാർ അറിയിച്ചു. ഇതെല്ലാം കൂടാതെ തങ്ങളുടെ രാഷ്ട്രത്തിനും ഭരണകൂടത്തിനും എതിരെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അട്ടിമറികളെയും വിദേശ ആക്രമണങ്ങളെയും ചെറുക്കുവാനായി ബുർക്കിനോഫാസോ, മാലി, നൈജീർ എന്നീ 3 രാഷ്ട്രങ്ങളും കൂടിച്ചേർന്ന് സഹേൽ അലയൻസ് എന്ന പുതിയ മിലിറ്ററി അലയൻസും ഉണ്ടാക്കി. മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രധാന ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സും കറണ്ട് അഫയേഴ്സും മിലിറ്ററി അപ്ഡേറ്റ്സും അറിയുവാനായി ഒബ്സർവർ ഐ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഗോള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്